ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സിമ്പിൾ ഡിസൈൻ ചെയ്യുന്ന ഇതുപോലുള്ള സർദോസി വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ഡിസൈൻ. ഇതിപ്പോൾ സിൽവർ കളറിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഗോൾഡൻ കളറും പല കളറിലുള്ളത് കിട്ടും. അപ്പോൾ ഇത് സിൽവർ കളർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ഡിസൈനാണ്. അപ്പോൾ അത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. ഇത് ഒരു സ്പ്രിങ് പോലെയാണ്. അപ്പോൾ നമ്മൾ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അതങ്ങ് നിവർന്നു പോകും, പിന്നെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അപ്പോൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് ഇപ്പോൾ എത്ര ലെങ്ത്തിലാണെന്ന് വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് അളന്നിട്ട് കട്ട് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഒരു 4 സെൻറ്റിമീറ്ററുള്ള സ്ട്രൈപ്സ് ആയിട്ടാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. 4 സെൻറ്റിമീറ്ററും 2 സെൻറ്റിമീറ്ററും അങ്ങനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് 4 സെൻറ്റിമീറ്റർ അളന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കിയെല്ലാം അതേ അളവിനങ്ങ് കട്ട് ചെയ്തെടുക്കാൻ മതി. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ 4 സെൻറ്റിമീറ്ററും 2 സെൻറ്റിമീറ്ററും ഉള്ളത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ സർദോസി കയറാൻ പറ്റുന്ന ടൈപ്പ് ഒരു നീഡിലൂടെ വേണം. അപ്പം നമുക്ക് ഈ ഡിസൈൻ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഇതുപോലെ സൂചി മുകളിലേക്ക് എടുക്കാം. അപ്പോൾ ഇത് ബ്ലൗസിൻ്റെ സ്ലീവ്സിലും ഒക്കെ ചെയ്യാൻ കാണാൻ നല്ല ഭംഗിയായിരിക്കും. എന്നിട്ട് നമുക്കിതുപോലെ ഈ സർദോസി ഇതിനകത്തൂടെ കയറ്റാം. ഇതുപോലെ കയറ്റി നമുക്കിതുപോലെ കറക്റ്റ് ഇതേ സൈഡിൽ തന്നെ ഇതേ ഒരു ലെവൽ വരുന്നിടത്ത് തന്നെ നമുക്കിതുപോലെ കുത്താഴ്ത്തി ആക്കാം. അപ്പം നമ്മളൊരു ബെല്ലിൻ്റെ ഷേപ്പിലാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇരിക്കും. ഇനി നമ്മൾ ആദ്യം ഇവിടെ നടുക്കായിട്ട് തന്നെ ഫിക്സ് ചെയ്യാം. ഇത് അതുപോലെ തന്നെ ബെല്ലിൻ്റെ ഷേപ്പിൽ വരാനായിട്ട് ഈ ഒരു സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കി ഇവിടെയും ഫിക്സ് ചെയ്യാം. അതുപോലെ ഇപ്പുറത്തെ സൈഡും ചെയ്യാം. പിന്നെ നമ്മൾ ഇവിടെ ഇതുപോലെ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു 2 സെൻറ്റിമീറ്റർ നമ്മൾ ഇത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന രീതിയിലുള്ളത് എടുക്കണം. നമ്മളെങ്ങനെയാണ് എവിടെയാണ് കുത്തുന്ന അനുസരിച്ചിരിക്കും ഇത്. അപ്പോൾ അതും കൂടെ എടുത്ത് അത് ഈ ബെല്ലിന് താഴെ വരുന്ന രീതിയിൽ ചെയ്യും. എങ്ങനെയാണ് ചെയ്യുന്നത് ഇത്. ഇനി നമുക്ക് ഇതുപോലുള്ള സ്റ്റോൺസ് ഒരു ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്ത് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ എംബ്രോയ്ഡറി ത്രെഡ് ഉപയോഗിച്ച് ഇതിപ്പോൾ സിൽവർ കളറിൽ തന്നെ ത്രെഡ് കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ഞാൻ വൈറ്റ് ത്രെഡ് കൊണ്ട് ജസ്റ്റ് ഒരു ബെല്ലിന് എൻഡിലായിട്ട് ഇങ്ങനെ കൊടുക്കുന്ന രീതിയിൽ ജസ്റ്റ് ഒരു ഫ്രഞ്ച് നോട്ട് കൊടുക്കുക ചെയ്യുന്നത്. എക്സ്റ്റെൻഡഡ് ഫ്രഞ്ച് നോട്ട് ഇതുപോലെ. ഇതുപോലെ സ്ലീവ്സിൽ ഫുള്ളായിട്ട് ചെയ്യാം. ഇനിയും ഇതിൽ ഡെക്കറേഷൻസ് വേണമെന്നനുസരിച്ച് ചെയ്യാം. ഇതിപ്പോൾ സിമ്പിളായിട്ട് ഏറ്റവും സിമ്പിളായിട്ടൊരു സർദോസി വർക്ക് പോലെ ചെയ്യുകയാണ്.
കണ്ടോ ഇതുപോലെ ഇപ്പോൾ എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ചെയ്യാം. സ്ലീവ്സിലായിട്ടും സ്ട്രെയിറ്റ് ആയിട്ടും അല്ലെങ്കിൽ നെക്ക് പോർഷനിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ഡിസൈനാണ്. ഈ സർദോസ് ചെയ്യേണ്ട നല്ലൊരു തിളക്കമാണ് ഇതിന്. ഇതിൽ വീഡിയോയിൽ കാണുന്നില്ല, അല്ലാതെ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഇനി ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കും. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട്.